വെൽക്കം ബാക്ക് ടു ഐ ഫോർ എഡ്യൂക്കേഷൻ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ പല തിയറീസിലും, അതായത് മാക്രോ എക്കണോമിക്സ് റിലേറ്റഡ് ചെയ്ത് വരുന്ന പല തിയറീസിലും നമ്മൾ കണ്ടുവരുന്ന ഒരു മാക്രോ ഇക്കണോമിക് വേരിയബിൾ കൂടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ്? അൺഎംപ്ലോയ്മെൻ്റ് ആണ് അല്ലേ. സോ അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ് എന്ത് പറയുന്നത്, അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും വിചാരിക്കില്ലേ അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് തൊഴിലില്ലാത്തൊരു സിറ്റുവേഷൻ അല്ലേ. അതായത് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാവും, ബട്ട് അവർക്ക് തൊഴിൽ കിട്ടാത്തൊരു സിറ്റുവേഷനാണ് നമുക്ക് എന്ത് പറയാം, സിമ്പിളി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ പലരും ചിലപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ, പണിയൊക്കെ എടുക്കാതെ ഇങ്ങനെ ജീവിച്ച എത്ര ബെറ്റർ ആയിരുന്നു, ഞാൻ ഫ്യൂച്ചറിൽ അങ്ങനെയായിരിക്കും പ്ലാൻ ചെയ്യുക, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചവരുണ്ടായിരിക്കും. ദെൻ അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരും കൂടെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മസ്റ്റായിട്ട് കാണുക. കാരണം ഇതിൽ നമ്മൾ ഒരുപാട് ടൈപ്സ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഏത് കാറ്റഗറിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊന്ന് നോക്കി വെക്കാം. ഓക്കെ ഫൈൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇനി നമ്മൾ ജീവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിലാണ്. സോ ഒബ്വിയസ്ലി ഭയങ്കര കോമ്പറ്റീഷനാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഫേസ് ചെയ്യാതിരിക്കുക. ഓക്കെ, നമ്മൾക്കുള്ളിൽ ആഗ്രഹമൊക്കെ ഉണ്ടാവും പണിയെടുക്കാതെ ജീവിക്കണം എന്നൊക്കെ, ബട്ട് എപ്പോഴും ആലോചിക്കുക ഒരു കോമ്പറ്റേറ്റീവ് വേൾഡാണ്. സോ നമ്മൾ നമ്മുടെ കരിയറിന് വേണ്ടി വളരെ സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ബെറ്റർ പൊസിഷനിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ. സോ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ ഒരു ബെസ്റ്റ് കോമ്പറ്റീറ്റർ ആയിട്ട് നിങ്ങൾ മാറാന്നുള്ളതിനാണ്. സോ നമുക്ക് നമ്മുടെ ടോപ്പിക് എടുക്കാം അല്ലേ. എന്താണ്? അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് അൺഎംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് വെൻ ഇൻ എ കൺട്രി ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് ഏബിൾ ബോഡീസ്, person of the working age who are willing to work but cannot find work at the current wage level. അതായത് നമ്മളൊരു കൺട്രി എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് ആക്ച്വലി ആ ഒരു വർക്കിംഗ് ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് എന്താണ് ആക്ച്വലി വർക്ക് എടുക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട്. ബട്ട് എന്താണ് അവർക്ക് ആവശ്യമായിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു കറണ്ട് വേജിനോട് അവർ ചിലപ്പോൾ എന്താ ചെയ്യുന്നില്ല, ചിലപ്പോൾ സ്യൂട്ടബിൾ ആയി പോകുന്നില്ല. മീൻസ് അവർക്ക് ആഗ്രഹിച്ചൊരു വർക്കിംഗ് പൊസിഷൻ അവർക്ക് കിട്ടാത്തൊരവസ്ഥ. ദാറ്റ് മീൻസ് അവർക്ക് വർക്ക് എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, ബട്ട് കറണ്ട് വേജ് ലെവൽ നോക്കുന്ന സമയത്ത് ആ ഒരു വർക്ക് കിട്ടാത്തൊരു സിറ്റുവേഷൻ നമുക്ക് എന്ത് പറയാം, അൺഎംപ്ലോയ്മെൻറ്റ് പറയാം. സിമ്പിൾ കോൺസെപ്റ്റ് അല്ലേ? കൺഫ്യൂഷനായി പറഞ്ഞത് ഒന്നുമില്ല. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ സിംപ്ലി നോക്കുകയാണെങ്കിൽ എന്താ, തൊഴിലില്ലാത്തൊരവസ്ഥ. ഈ തൊഴിലില്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോഴും ആളുകൾക്ക് തൊഴിലെടുക്കാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും, ബട്ട് കറണ്ട് വേജ് ലെവൽ നോക്കുന്ന സമയത്ത് ആ വേജിനോട് പൊരുത്തപ്പെട്ടു പോകാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ടല്ലോ. ദാറ്റ് മീൻസ് വർക്ക് എടുക്കാനുള്ള ആഗ്രഹമുണ്ട്, ബട്ട് അയാൾ ആഗ്രഹിക്കുന്ന വേജ് ലെവലിൽ അയാൾക്ക് ആ ഒരു വർക്ക് കിട്ടാത്ത അല്ലെങ്കിൽ ആ ഒരു ജോലി കിട്ടാത്തൊരവസ്ഥയാണ് നമ്മൾ എന്ത് പറയാം, അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയാം. കോൺസെപ്റ്റ് സിമ്പിൾ അല്ലേ? ഓക്കെ ഫൈൻ. ഇത് നമ്മൾ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ലേ, അപ്പോൾ ഇതും അൺഎംപ്ലോയ്മെൻ്റ് ആണല്ലേ. ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ വിചാരിക്കും അപ്പോൾ ശരിക്കും ഞാൻ അൺഎംപ്ലോയിഡ് ആണോ, അങ്ങനെയൊക്കെ നിങ്ങൾ തിങ്ക് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഒരുപാട് ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ടൈപ്സ് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താ നമുക്ക് നോക്കാം അല്ലേ. എന്താണ്? സോ ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് വളണ്ടറി ആൻഡ് ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ദെൻ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, സീസണൽ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, ക്ലാസിക്കൽ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, ദെൻ ഫൈനലി ഹിഡൻ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്. സോ നമുക്ക് നോക്കാമല്ലോ ഓരോ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. വളണ്ടറി എന്ന് പറയുമ്പോൾ എന്താണ്, ആക്ച്വലി നമ്മളെന്താണ് മുൻകൈ എടുക്കുന്ന ഒരു സാധനത്തെ നമുക്ക് എന്ത് പറയാം, വളണ്ടറി എന്ന് പറയാമല്ലോ. സോ ഈ ഒരു വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? നമ്മൾ തന്നെ പറയുകയാണ് എനിക്ക് ഒരു തരത്തിലുള്ള ജോലിയും വേണ്ട, ഞാൻ ഇങ്ങനെ നടന്നോളാം എന്നറിയാം. അതിനാണ് വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുക. അതായത് അയാൾക്ക് വർക്ക് വേണ്ട. ചിലരുണ്ടാവില്ലേ എനിക്ക് വർക്ക് എടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്ന് ഇരിക്കുന്നവർ. സോ അവർക്ക് എന്താണ് ആക്ച്വലി വർക്ക് കിട്ടുന്നുണ്ടാവും, ബട്ട് അവർക്ക് വർക്ക് എടുക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാവില്ല. ദാറ്റ്സ് കോൾഡ് ദ വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. എന്താണ്? വളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എന്താണ്? വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് refers to a situation where the individual choose not to work at the current market wage rate. അതായത് കറണ്ട് മാർക്കറ്റ് വേജ് റേറ്റിലും അയാൾ ഒരിക്കലും തൊഴിലെടുക്കാനുള്ള എന്താണ് അയാൾ എന്ത് പറയുന്നില്ല, പ്രിഫർ ചെയ്യുന്നില്ല. ഇതിനാണ് നമ്മൾ എന്ത് പറയാം, വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയാം. നമ്മളിപ്പോൾ വളണ്ടറി സർവീസ് ഒക്കെ ചെയ്യാന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ സ്വയം പോയിട്ട് അത് സർവീസ് ചെയ്യാനല്ലേ. ദാറ്റ് മീൻസ് വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്വയം അയാൾ പറയാണ് എനിക്ക് ജോലി വേണ്ട, ഈ ഒരു വേജിൽ ഞാൻ ജോലി എടുക്കാൻ ഞാൻ തയ്യാറല്ല. ദാറ്റ് മീൻസ് വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇൻവളണ്ടറി എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇൻവളണ്ടറി. The involuntary unemployment occur when individuals are willing and able to work at the prevailing wage rate but cannot find the suitable employment.
എന്താണ്, അയാൾ ഓക്കെ ആണ്, ഈ ഒരു പ്രിവെയിലിംഗ് വേജ് റേറ്റിൽ അയാൾ ആ വർക്ക് ചെയ്യാണ്, അയാൾ ഓക്കെ ആണ്, അയാൾക്ക് ഒരു തരത്തിലുള്ള ജോലിയും കിട്ടുന്നില്ല. അപ്പോൾ ഉള്ള വേജ് റേറ്റിൽ അയാൾ വർക്ക് ചെയ്യാൻ ഓക്കെയാണ്, ബട്ട് അയാൾക്ക് ജോലി കിട്ടാത്ത സിറ്റുവേഷൻ. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ദാറ്റ് മീൻസ് നമ്മൾ എന്താണ് ടൈപ്സ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അയാൾ സ്വയം തീരുമാനിക്കുകയാണ്, എനിക്ക് ജോലിക്കൊന്നും പോകണ്ട, ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ട് ഈ ഒരു വേജ് റേറ്റിൽ പണിയെടുക്കാൻ എന്നെ കിട്ടില്ല എന്നറിയില്ലേ. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻവോളണ്ടറിയോ, മാർക്കറ്റിൽ പ്രിവെയിലിംഗ് ആയിട്ടുള്ള വേജ് റേറ്റിൽ അയാൾ പണിയെടുക്കാൻ തയ്യാറാണ്, ബട്ട് അയാൾക്ക് ജോലി കിട്ടുന്നില്ല. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അൺഎംപ്ലോയ്മെൻറ്റ്. ചിലപ്പോഴൊക്കെ നിങ്ങൾ ഈ ഒരു പേര് കേൾക്കാൻ ചാൻസ് കുറവായിരിക്കും, സോ ചിലർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. എന്നാലും നമുക്ക് പറയാം, വെരി സിമ്പിൾ കോൺസെപ്റ്റാണ്. ബട്ട് നിങ്ങൾ പോലെ ആലോചിച്ചോ, ഞാനിപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷനിലാണോ, അപ്പോൾ ശരിക്കും ഇതും ഒരു അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ ആണല്ലേ. അങ്ങനെ നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കും. എന്താണ് നമ്മൾ പറയുന്നത്, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. എന്താണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്? ദിസ് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് occurs when individual are in the process of the moving from one job to another or entering the labor force for the first time. എന്താണ് പറയുന്നത്, ഈ ഒരു പിക്ചറിലുണ്ട്. എന്താണ്, അതായത് ഒരു വ്യക്തി അയാളുടെ ഓൾഡ് ജോബിൽ നിന്ന്, ഓൾഡ് ജോബാണിത്, ഓൾഡ് ജോബിൽ നിന്ന് അയാൾ എങ്ങോട്ട് പോവാണ്, ന്യൂ ജോബിലേക്ക് പോവാണ്. ന്യൂ ജോബിലേക്ക് പോകുമ്പോൾ ഈ ഒരു സ്മോൾ പീരീഡ് ഓഫ് ടൈമിൽ ആക്ച്വലി അയാൾ എന്ത് ചെയ്യാണ്, അയാൾ അൺഎംപ്ലോയ്മെൻറ്റ് ഫേസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരു പേഴ്സൺ അയാളുടെ ഓൾഡ് ജോബിൽ നിന്ന് ന്യൂ ജോബിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അയാൾ നേരിടുന്ന ആ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അതായത് കുറച്ച് തോതിലെങ്കിലും അയാൾ അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ അനുഭവിക്കുന്നുണ്ടാവില്ലേ. ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്, ഇപ്പോൾ നമ്മൾ കമ്പനിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു ദിവസമല്ല, ചില കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണ്, ഞാൻ ഒരിക്കലും ഇതിൽ സാറ്റിസ്ഫൈഡ് അല്ല, ഈ ഒരു വർക്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് നമുക്ക് തോന്നാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് ഒരു 1 മന്ത് നമ്മൾ എന്ത് ചെയ്യാണ്, പുതിയൊരു ജോബ് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിക്കാം. അതായത് 1 മന്ത് കുത്തിയിരുന്ന് അതിന് വേണ്ടിയുള്ള പ്രാക്ടീസും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷനും അതുപോലെ തന്നെ റെസ്യൂമിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഡീഡിലാണെങ്കിലും ലിങ്കേജിലൊക്കെ ആണെങ്കിലും നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താ, ഒരു 1 മന്ത് എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചോളം അയാൾ അൺഎംപ്ലോയിഡ് ആണ് അല്ലേ. ദാറ്റ് മീൻസ് പുതിയ ജോബിലേക്ക്, പഴയ ജോബിൽ നിന്ന് പുതിയ ജോബിലേക്ക് അയാൾ പോകുന്ന സമയത്ത് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലെങ്കിലും അയാൾ എന്ത് നേരിടുന്നുണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ നേരിടുന്നുണ്ട്. ഇതിനാണ് നമ്മൾ എന്ത് പറയാം, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയാം. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. എന്താണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്? ദ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് റിസൾട്ട്സ് ഫ്രം ദ മിസ്മാച്ച് ബിറ്റ്വീൻ ദ സ്കിൽസ് possessed by the workforce and the requirements of the available jobs. അതായത് സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന ഒരു അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷനാണ് എന്ത് പറയുക, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, നമ്മളിപ്പോൾ പണ്ട് കാലഘട്ടത്തിൽ നമ്മൾ തൊഴിലെടുത്തൊരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് അല്ലേ. ഒരുപാട് അഡ്വാൻസ്ഡ് ആയില്ലേ, ഒരുപാട് മോഡേൺ ആയി. അപ്പോൾ പലപ്പോഴും എന്താണ്, നമ്മൾ ആ ഒരു മാറ്റത്തിനനുസരിച്ച് നമ്മുടെ സ്കില്ലും നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. സ്കില്ലിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല നേരത്തെ, നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് വേൾഡിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത്. നിങ്ങളൊരു സാധനം പഠിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതേ ക്വാളിഫിക്കേഷനാണ് നമ്മൾ വേറൊരാളോട് പറയണമെങ്കിൽ അയാൾക്കും ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ബട്ട് നിങ്ങൾ അഡീഷണലി നിങ്ങളെ കോൺഫിഡൻ്റ് ആക്കുന്നത് നിങ്ങൾക്കുള്ള എക്സ്ട്രാ സ്കിൽസുകളായിരിക്കും. അതുകൊണ്ട് തന്നെ സ്കില്ലിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നമ്മൾ അപ് ടു ഡേറ്റ് ആവാന്നുള്ളതാണ്. നമ്മൾ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ കോലം മാറാറില്ലേ, ദാറ്റ് മീൻസ് അതാണ്. അതായത് ഇപ്പോൾ ഒരു മോഡേൺ ടെക്നോളജീസ് വരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള സ്കിൽസും ഇന്നൊവേഷൻസും നമ്മൾ എന്ത് ചെയ്യണം, കരസ്ഥമാക്കണം എന്നുള്ളതാണ്. സോ ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് ഒരുപാട് സൊസൈറ്റി അതുപോലെ തന്നെ ഒരുപാട് സ്ട്രക്ചറൽ ചേഞ്ചസ് വരുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ സ്കിൽഡ് ആവണം. കൂടുതൽ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, യോജിച്ച് പോകാനുള്ള തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ആ ഒരു എന്താ പറയുക, നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിലൊരു ഡെവലപ്മെൻറ്റ് നമ്മൾ കൊണ്ടുവരണം. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജോലി എടുക്കുന്ന ആ ഒരു തൊഴിലും നമ്മുടെ സ്കില്ലും മിസ്മാച്ചിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഒബ്വിയസ്ലി നമ്മളതിനേക്കാളും സ്കില്ല് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അവിടെ വരികയും നമ്മളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യും, നഷ്ടപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കാം, അതായത് നിങ്ങളൊരു ജോബിൽ കയറി കഴിഞ്ഞാൽ അവിടെ എന്താണ്, ആ ജോബ് കിട്ടിയല്ലോ എന്നുള്ളത് ഉപരിയായിട്ട് അവിടെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു സാധനം കീപ്പ് ചെയ്യണം. അതായത് ആ ജോബിന് കൂടെ തന്നെ അതിന് വേണ്ട കൂടുതൽ അഡ്വാൻസ് ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ
ഇനി എനിക്ക് എന്ത് നേടാം, അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നവിടെ ആണെങ്കിലും എല്ലാവരും ഏകദേശം എന്താണ് അത് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആളുകളാണ്. ഞാൻ പോകുന്ന സമയത്ത് അവർക്ക് ഫ്രീ ടൈം ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ടാവും, പുതിയ ക്ലാസ്സുകളോ പുതിയ കോഴ്സുകളോ അവർ ചെയ്യുന്നുണ്ടാവും. ദാറ്റ് മീൻസ് നമ്മളൊരു ജോബിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുകയും ഇനി എന്ത് ബെറ്റർ ആക്കാം എന്നുള്ള സ്കില്ലുകൾ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ അച്ചീവ് ചെയ്യണം. അതിനുവേണ്ടി കൂടുതൽ എന്ത് ചെയ്യുക, ക്ലാസ്സസ് കാണാം, അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുക. ഇതൊക്കെ എന്ത് ചെയ്യുക, വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് നമ്മൾ ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മൾ ഏത് നേരിടണം, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് നേരിടണം. ദാറ്റ് മീൻസ് നമ്മുടെ ജോബും, അതായത് ഇപ്പോൾ നമ്മുടെ ജോബിൻ്റെ സിറ്റുവേഷൻ ആയിരിക്കില്ല ഒരു 2 years or 1 year കഴിഞ്ഞാൽ ഉണ്ടാവുക. അവിടെ എന്ത് സംഭവിക്കും, പുതിയ ഡെവലപ്മെൻറ്റ്, പുതിയ കാര്യങ്ങൾ എന്ത് വരും, അഡ്വാൻസ്മെൻറ്റ് കൂടുതലായിട്ട് ഉയർന്നു വരും. അപ്പോൾ നമ്മുടെ ഒരു സ്കില്ലും നമ്മളെടുക്കുന്ന ജോബും തമ്മിലുള്ള ഒരു മിസ്മാച്ച് വരികയാണെങ്കിൽ നമ്മൾ ഏത് ഫേസ് ചെയ്യേണ്ടി വരും, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് ഫേസ് ചെയ്യേണ്ടി വരും. ദാറ്റ് മീൻസ് നമ്മുടെ ജോബ് അവിടെ പോവുകയും നമ്മളെക്കാട്ടും സ്കില്ലുള്ള ഒരു പേഴ്സൺ അവിടെ എന്ത് ചെയ്യും, അപ്പോയിൻറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ഈ ഒരു സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? ദെൻ നമ്മൾ പോകുന്നത് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്. എന്താണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്? The cyclical unemployment is the closely tied to the economic cycle. Economic cycleുമായിട്ടാണ് ഇത് റിലേറ്റ് ചെയ്യുന്നത്. It is increases during the economic downturn and the decreases during the economic upturn. എന്താണ് ഇക്കണോമിക് സൈക്കിൾ? നമ്മളിങ്ങനെ ഒരു 5 stages ഒക്കെ പഠിച്ചിട്ടില്ലേ? ഡിപ്രഷൻ ഉണ്ട്, ബൂം ഉണ്ട്, പിന്നെന്തുണ്ട്, റിക്കവറി ഉണ്ട് അല്ലേ? ഒരുപാട് 5 stages നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഇതെന്താണ്, ബിസിനസ് സൈക്കിളാണ്. ഒരു ഇക്കോണമിയെ സംബന്ധിച്ചോളം എപ്പോഴും ഇക്കോണമി എന്തായിരിക്കില്ല, സ്റ്റേബിൾ ആയിരിക്കണമെന്നില്ല. എന്ത് ചെയ്യാം, അവിടെ അപ്പ് വരാം, ഡൗണ് വരാം. ചിലപ്പോൾ ആ ഒരു ഡൗണിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്ത് വരാം അല്ലേ, അതിന് റിസഷൻ വരാം. പിന്നെ നമ്മൾ ഭൂമിയിലേക്ക് പോകാം, ഭൂമിയിൽ നിന്ന് നമുക്ക് റിസഷൻ സംഭവിക്കാം അല്ലേ. അങ്ങനെ ഇക്കണോമിക്കലായിട്ടുള്ള സൈക്കിളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ഇക്കോണമി ആകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യണം. ഏതൊരു കൺട്രി ആണെങ്കിലും അത് ഫേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടി നമ്മൾ പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യുക, അതിനെ നേരിടാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എക്കണോമിക് സൈക്കിളുകൾ വരുന്ന സമയത്തും ആക്ച്വലി എന്ത് സംഭവിക്കാം, അൺഎംപ്ലോയ്മെൻറ്റ് സംഭവിക്കാം. എങ്ങനെയാണ്, ഇൻ എ ലോജിക്കൽ വേ നിങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? എല്ലാവർക്കും പറ്റുന്നുണ്ടാവും. എങ്ങനെയാണ്, ഇപ്പോൾ ബൂമാണ് ഇക്കോണമിയിലുള്ളെങ്കിൽ എന്തായിരിക്കും അവിടെ, ഇക്കോണമിനെ ഗുഡ് കണ്ടീഷനാണ്, ഹൈലി പ്രൊഡക്റ്റീവാണ്, ഹൈലി പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ആളുകൾക്ക് കൂടുതൽ ജോബ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അൺഎംപ്ലോയ്മെൻറ്റ് എന്താണ് അവിടെ കുറവാണെന്ന് പറയാം. പിന്നെ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ റിസഷനായി ഡിപ്രഷനൊക്കെ വരുന്ന സമയത്ത് ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, ഇക്കോണമി വളരെ ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്, ഡിപ്രഷനിൽ നിൽക്കുകയാണ്. അവിടെ ആക്ച്വലി എന്തായിരിക്കും, ആളുകൾക്ക് തൊഴിൽ കിട്ടാത്ത സിറ്റുവേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ, ആളുകൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയുന്നുണ്ടാവില്ല. ദാറ്റ് മീൻസ് അവിടെ ഉള്ള സാധനങ്ങൾക്ക് പ്രൈസ് കൂടുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം, അവർക്ക് തൊഴിൽ കിട്ടാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് പറയാം, ഒരുപാട് അൺഎംപ്ലോയ്മെൻറ്റ് അവർ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇക്കണോമിക് സൈക്കിളിനനുസരിച്ച് അൺഎംപ്ലോയ്മെൻറ്റിൽ ചേഞ്ച് വരും. ഇതിനാണ് നമ്മൾ എന്ത് പറയാം, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയാം. ക്ലിയർ അല്ലേ, സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോൾ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്, ഈ ഒരു പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സീസൺ അനുസരിച്ച് എന്ത് ഉണ്ടാവുക, അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുക. ഇതിനാണ് നമ്മൾ എന്ത് പറയാം, സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്. എങ്ങനെയാണ് പറയുന്നത്, ദ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ദി predictable and the regular changes in the demand for the labor based on the seasonal factors. നമുക്കറിയാം നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിലൊക്കെ എന്താണ്, ആ ഒരു കൾട്ടിവേഷൻ നടക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് എന്ത് കിട്ടും, തൊഴിലവസരങ്ങൾ കിട്ടും, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. എന്നാൽ എന്താണ്, കൃഷിയൊന്നും ഇല്ലാത്തൊരു കാലയളവാണെങ്കിലോ അവർക്കൊരു ബ്രേക്കാണ് അല്ലേ. അപ്പോൾ ഇതെന്താണ്, സീസണൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. പിന്നെ ടൂറിസം നോക്കാം. ഇപ്പോൾ ടൂറിസം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ വെക്കേഷൻ ടൈമിലൊക്കെ ആണെങ്കിൽ ടൂറിസത്തിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. ദാറ്റ് മീൻസ് ടൂറിസം ബേസ് ചെയ്ത് വരുന്ന ആളുകൾക്ക് അവിടെ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ്, ടൂറിസം ഇല്ലാത്ത സമയത്ത് കുറച്ചെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഓഫ് എടുക്കും അല്ലേ. ദാറ്റ് മീൻസ് ചില ഏരിയയിലൊക്കെ എന്താണ്, ഇന്ന കാലയളവ് എന്താണ് ടൂറിസം ഉണ്ടായിരിക്കില്ല. ഒരുപാട് അവിടുത്തെ ജോഗ്രഫിക്കൽ സിറ്റുവേഷനും ക്ലൈമറ്റൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു സീസണിൽ അവർക്ക് എന്ത് നഷ്ടപ്പെടും, തൊഴിൽ നഷ്ടപ്പെടും. എന്നാൽ സീസൺ ആവുന്ന സമയത്ത്, ടൂറിസത്തിൻ്റെ സീസൺ ആവുന്ന സമയത്ത് അവർക്ക് എന്ത് കിട്ടും, ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പോൾ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് എന്ത്, ഒന്ന് അഗ്രികൾച്ചറാണ്, പിന്നെന്താണ് നമ്മുടെ ടൂറിസം ആണ് അല്ലേ. ഒന്ന് അഗ്രികൾച്ചറും പിന്നെ ടൂറിസം ആണ് ഈ ഒരു സീസണൽ അൺഎംപ്ലോയ്മെൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ. കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്, സിമ്പിൾ കോൺസെപ്റ്റാണ്. ദെൻ ഏതാണ് ക്ലാസിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലേ. ക്ലാസിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് ചിലപ്പോൾ നിങ്ങൾ കേൾക്കാൻ
ചാൻസ് കുറവായിരിക്കും. എന്നാലും നമുക്ക് നോക്കാം എന്താണ് ക്ലാസിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്. ദ ക്ലാസിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് ഓൾസോ നോൺ ആസ് ദി റിയൽ വേജ് ഓർ വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. So occurs when the wages are kept above the equilibrium level leading to the surplus of the labor. ആക്ച്വലി ക്ലാസിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം അയാൾ വളണ്ടറിലി എന്ത് ചെയ്യാണ്, ആളുകളെ ആ ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരുപാട് വേജസ് ചോദിക്കുന്ന ലേബേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു പരിധി വരെ ഓക്കെ ആ ഒരു ഗുഡിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഗുഡിൻ്റെ ഉണ്ടാവുന്ന കോസ്റ്റ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസറിന് പറ്റുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ എന്ത് ചെയ്യും, ആ ഒരു പ്രൊഡ്യൂസർ ആ ലേബറിൻ്റെ ഡിമാൻഡ് അംഗീകരിക്കാം. ദാറ്റ് മീൻസ് വേജ് കൂട്ടിക്കൊടുക്കാം. എന്നാൽ ഒരു പരിധി കഴിഞ്ഞ് വീണ്ടും വീണ്ടും വേജ് ചോദിക്കുകയാണെങ്കിലോ പ്രൊഡ്യൂസർ പറയും മോനെ ഈ വേറെ പണി നോക്കിക്കോ പറയും. ദാറ്റ്സ് എന്താണ് ക്ലാസിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്. ഒരു പരിധി വരെ വേജ് എന്ത് ചെയ്യും, ചിലപ്പോൾ പ്രൊഡ്യൂസർ അനുവദിച്ചു കൊടുക്കും. എന്നാൽ വേജ് വീണ്ടും വീണ്ടും ചോദിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാണ്, പ്രൊഡ്യൂസർക്ക് അയാളുടെ മേലുള്ള ആ ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നിലനിർത്താനോ അല്ലെങ്കിൽ അത് ഒഴിവാക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും. അപ്പോൾ പ്രൊഡ്യൂസർ എന്ത് പറയും, ഇനി ഇവിടെ ജോലി എടുക്കണമെങ്കിൽ വേറെ പണി നോക്കിക്കോ പറയും. ദാറ്റ്സ് ക്ലാസിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്. വേജ് റേറ്റ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അതേപോലെ തന്നെ സർപ്ലസ് ഓഫ് ലേബർ ഉണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ട് ആക്ച്വലി എന്ത് ചെയ്യാണ്, ഉള്ള ലേബേഴ്സിനോട് എന്ത് പറയാണ്, നിങ്ങൾ ഇനി ഇവിടെ പണിയെടുക്കണ്ട എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയാം, ക്ലാസിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, ദ ഫൈനൽ അൺഎംപ്ലോയ്മെൻറ്റിലേക്കാണ് നമ്മൾ വരിക. എന്താണ്, ഹിഡൻ ആണല്ലേ. ഇവിടെ ഒരാൾ മറന്നിരിക്കുന്നുണ്ട്. എന്താ ഹിഡൻ അൺഎംപ്ലോയ്മെൻറ്റ്? ആക്ച്വലി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഒക്കെ നോക്കുന്ന സമയത്ത് അയാൾ എംപ്ലോയിഡ് ആണ്, ബട്ട് എന്താണ്, അയാൾ ഒരു ഒളിഞ്ഞിരിക്കുന്ന അൺഎംപ്ലോയിഡ് പേഴ്സൺ ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയിൽ അയാൾ എംപ്ലോയിഡ് ആണ്, ബട്ട് അയാൾക്ക് എന്താണ്, ജോലി ഇല്ലാത്തൊരവസ്ഥ. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, ഹിഡൻ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയാം. ദാറ്റ് മീൻസ് ദ ഹിഡൻ അൺഎംപ്ലോയ്മെൻറ്റ് റെഫേഴ്സ് ടു ദി ഇൻഡിവിജ്വൽസ് who are not included in the official unemployed statistics. Official unemployment statisticsൽ അയാൾ ഇൻക്ലൂഡഡ് അല്ല. ആലോചിക്കണേ. then that are still not fully employed or under employed person. അയാളെ സംബന്ധിച്ചോളം അയാൾ ഫുള്ളി എംപ്ലോയിഡ് അല്ലാത്തതോ അല്ലെങ്കിൽ അണ്ടർ എംപ്ലോയിഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. ബട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയിൽ അയാൾക്ക് എന്തുണ്ട്, എംപ്ലോയിഡ് ആണ്. അൺഎംപ്ലോയിഡ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക് ഡാറ്റയിൽ അയാൾ ഇൻക്ലൂഡഡും അല്ല. അപ്പോൾ അയാൾ അവിടെ മറിഞ്ഞിരിക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒഫീഷ്യലി നമ്മൾ നോക്കുമ്പോൾ എന്താണ്, അൺഎംപ്ലോയിഡ് പേഴ്സൺസിൽ അയാൾ വരുന്നില്ല. ബട്ട് അയാളുടെ ആക്ച്വൽ സിറ്റുവേഷൻ നോക്കുന്ന സമയത്തോ അയാൾ ഫുള്ളി അൺഎംപ്ലോയിഡ് ആവാം, പ്ലസ് എന്ത് ചെയ്യാം, അണ്ടർ എംപ്ലോയിഡ് ആവാം. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് പറയാം, ഹിഡൻ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഫ്ലേഷനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്ത് വരുന്ന ഒരു ബേസിക് കോൺസെപ്റ്റും കൂടെ നമ്മുടെ മാക്രോ എക്കണോമിക്സിലുണ്ട്. സോ ഞാൻ അടുത്ത വീഡിയോ അതുമായിട്ടാണ് വരുന്നത്. സോ അടിപൊളിയായിട്ട് പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.